പഠിക്കാനിരിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയയിൽ വെറുതെ സമയം സ്പെൻഡ് ചെയ്യുക, ഒരു കാര്യവുമില്ലാതെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോവുക, ഒരുപാട് അധികം പണം ചെലവാക്കുക, അനാവശ്യമായ സാധനങ്ങൾ ഷോപ്പിംഗ് ആയിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ മേടിച്ചിടുക, എന്നാൽ അവയൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇത്തരത്തിൽ എണ്ണിയാലും തീരാത്ത ഒരുപാടധികം ഹാബിറ്റ്സ് നമുക്കെല്ലാം തന്നെ ഉണ്ട്. എന്നാൽ ഇവയിൽ പലതും ബാഡ് ഹാബിറ്റ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇവയെല്ലാം തന്നെ ഒരു പരിധിവരെ ഓക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്വഭാവങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും സാധാരണയായി ഉള്ള ശീലങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവയെല്ലാം ഒരു പരിധി കടക്കുകയാണെങ്കിൽ അതൊരു ബാഡ് ഹാബിറ്റായി മാറുകയും അത് നമ്മുടെ ലൈഫിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനൊക്കെ ഒരുപാടധികം കാരണങ്ങൾ നമുക്ക് തന്നെ പറയാൻ സാധിക്കുമെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ എന്തെങ്കിലും ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിലേക്ക് കൊണ്ടു നയിക്കുന്നത്. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പൊതുവെ ക്ഷമാശീലം വളരെ കുറവായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക്. ഉദാഹരണത്തിന് സ്മോക്കിംഗ് പോലുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ഒട്ടും തന്നെ നല്ലതല്ല, വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണെന്ന് നമുക്ക് നല്ലപോലെ അറിയാമെങ്കിലും സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ അതിനെപ്പറ്റി ഒട്ടും തന്നെ ചിന്തിക്കുന്നില്ല. മറിച്ച് അവർക്ക് സ്മോക്കിംഗ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഹൈ മാത്രമാണ് അവരുടെ ചിന്ത. ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ് അവർ സ്മോക്കിംഗ് ഒരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കുന്നത്. പതിയെ അതൊരു അഡിക്ഷനായിട്ടും ബാഡ് ഹാബിറ്റുമായിട്ടും മാറുകയും വളരെ പെട്ടെന്ന് അത് ഒഴിവാക്കാനാവാതെ വളരെയധികം കഷ്ടപ്പെടുകയും പിന്നീട് ഒരുപാടധികം ഹെൽത്ത് ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാടധികം ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ഒരുപാടധികം പ്രോഫിറ്റുകൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും തുടക്കത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്നു. ഒരുപാടധികം സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വളരെ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പോലും നമ്മൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഇവയെല്ലാം തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷനാണ്. അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഗോള് തന്നെ വേണ്ടാന്ന് വെക്കുകയും ഡിസ്ട്രാക്റ്റഡായി വളരെ മൂല്യമില്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വില്ലനായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്മോക്കിംഗ് പോലുള്ള ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നൊരു ഡോപ്പമിൻ റിലീസ് ഉണ്ട്. ആ ഡോപ്പമിൻ റിലീസിന് വേണ്ടി നമ്മൾ വീണ്ടും ഈ പ്ലഷർ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ആളുകൾക്കും അവരുടെ ഡോപ്പമിൻ റിലീസ് ലെവലും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമൊക്കെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ പലപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ സ്മോക്കിംഗ് ചെയ്യുമ്പോഴും വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴും ഒക്കെ ആളുകൾക്ക് നോർമലി ഡോപ്പമിൻ റിലീസ് വളരെ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അഥവാ ഒരു പ്ലഷർ സീക്കിംഗ് മൈൻഡ് സെറ്റ് ആളുകൾക്ക് ഉണ്ടാകുന്നതോടുകൂടി തന്നെ അവർ അത്തരത്തിലുള്ള ഒരു അഡിക്ഷന് അടിമകളായി മാറുന്നു. ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് ഒക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ്, നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ ശരീരത്തിനും ഒരുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനുള്ള അടിമകളായിട്ട് മാറുന്നതും ഇവയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്നതും. ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ അത് മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഉദാഹരണത്തിന് സ്മോക്കിംഗ് പോലുള്ള ബാഡ് ഹാബിറ്റ്സിന് വർക്കൗട്ട്, റണ്ണിങ്, സ്വിമ്മിംഗ് പോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗങ്ങൾ, അമിതമായ ആളുകളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് റിയൽ ലൈഫിലുള്ള ആളുകളുമായിട്ടുള്ള ചാറ്റിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പഠിക്കാനിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒറ്റ ഇരിപ്പിരുന്ന് കുറേ നേരം പഠിക്കുന്നതിന് പകരം ഇടവേളകളായി കൺവേർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഓരോരോ സബ്ജക്റ്റായി പഠിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സബ്ജക്ട്സ് എല്ലാം തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്കൊന്നിക്കൽ മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഒരു പെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കെയർ ചെയ്യുന്നതായിട്ട് ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പുറത്തുപോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരുപാടധികം സമയം പാർട്ടി ചെയ്തൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനു പകരം സുഹൃത്തുക്കളുമായിട്ട് നല്ല യാത്രകളൊക്കെ പോവുകയും പല നല്ല സ്ഥലങ്ങളുമൊക്കെ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക. ഇനി അതുമല്ല
നമുക്ക് സ്വന്തമായൊരു സൈഡ് ഹസിലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കൂടുതൽ സമയം അതിനു വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലേക്കൊരു മുതൽക്കൂട്ടായിട്ട് ഇത്തരത്തിൽ നമ്മൾ മാറ്റിവെക്കുന്ന സമയം നമുക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. തുടർന്നുള്ള പോയിന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. കഴിവിനനുസരിച്ചുള്ള ഒരു ജോലി നേടിയെടുക്കാനായി നമ്മളെ സഹായിക്കുന്ന റീലെവൽ പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ മുൻപും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മീഷോ, യാത്ര, ക്രെഡ്, സ്വിഗ്ഗി പോലുള്ള 80ഓളം കമ്പനികളിൽ 15 കോടിയോളം രൂപയുള്ള പാക്കേജുകളാണ് നിലവിൽ റീലെവൽ ഓഫർ ചെയ്യുന്നത്. വെബ് ഡെവലപ്പർ, സെയിൽസ്, അനലിസ്റ്റ്, പ്രോഡക്റ്റ്, HR തുടങ്ങിയ 5ഓളം ടെക് റോളുകളും 5ഓളം നോൺ ടെക് റോളുകളുമാണ് റീലെവൽ വഴി നമുക്ക് ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നത്. ശരാശരി ഇന്ത്യയിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 3 ലക്ഷം പെർ ആനമാണ്. എന്നാൽ റീലെവലിൻ്റെ മിക്ക കാൻഡിഡേറ്റ്സിനും 8.1 ലക്ഷം പെർ ആനം സാലറിയാണ് പല വലിയ കമ്പനികളും ഓഫർ ചെയ്തിട്ടുള്ളത്. വളരെയധികം റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് സെയിൽസ് എന്ന് പറയുന്നത്. ബിസിനസ് ഡെവലപ്മെൻറ്റിൽ കരിയർ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ അവസരങ്ങൾ സെയിൽസിൽ ലഭ്യമാണ്. സെയിൽസ് എക്സിക്യൂട്ടീവായി നമ്മുടെ കരിയർ തുടങ്ങിയതിന് ശേഷം പിന്നീട് അസോസിയേറ്റായും മാനേജറിയൽ പൊസിഷൻസിലേക്ക് നമുക്ക് പ്രൊമോഷൻസ് ലഭിക്കുകയും അവസാനം നമുക്ക് സീനിയർ മാനേജറായിട്ട് വരെ സെയിൽസിൽ എത്തിച്ചേരാവുന്നതുമാണ്. ആദ്യം നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ 6 ഇരട്ടിയോളം സാലറി നമുക്ക് സീനിയർ മാനേജർ ആകുമ്പോൾ വാങ്ങിക്കാൻ സാധിക്കും. റീലെവലിൻ്റെ സഹായത്തോടെ സെയിൽസിൽ നല്ലൊരു കരിയർ നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യാനായി സാധിക്കും. ഇതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന റീലെവലിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് റീലെവൽ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്തതിന് ശേഷം റീലെവൽ സൈറ്റിൽ തന്നെ ഫ്രീ ടെസ്റ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ദിവസവും സമയവും നമുക്ക് തിരഞ്ഞെടുത്ത് ആ ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. റീലെവലിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത തിരുവനന്തപുരം സ്വദേശിയായ അശ്വന്ത് SS-ന് ഫ്രാഞ്ചൈസി ബസാറിൽ നിന്നുമാണ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ റോളിനുള്ള ഓഫർ ലഭിച്ചത്. ഇതുപോലൊരു അവസരം നമുക്കും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Paytm ഓഫർ ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് റോൾ ഓപ്പർച്യൂണിറ്റി നമുക്കും തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. റീലെവൽ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റും ഓൺലൈനും ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 രൂപ പോലും ചിലവോ നഷ്ടമോ ഒന്നും വരുന്നില്ല. അതുപോലെ ഓരോ മാസവും റീലെവലിൻ്റെ മന്ത്ലി ലീഡേഴ്സ് അച്ചീവ് ബോർഡിൽ നമ്മുടെ പേരും ഇടം നേടുകയാണെങ്കിൽ റീലെവൽ സമ്മാനമായി നൽകുന്ന മാക്ബുക്ക്, ഐഫോൺ പോലുള്ള ഒരുപാടധികം ഗുഡീസും നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. റീലെവലിനെ പറ്റി കാൻഡിഡേറ്റ് ആയിട്ടുള്ള കൗസ്തവ് പറയുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. Hi, I'm Kaustav. I recently gave the level exam and my experience was amazing. Like each and every candidate who qualifies gets a level goodie and I got a MacBook. ഇത്തരത്തിൽ എന്തെല്ലാം ബാഡ് ഹാബിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത് എന്ന് സ്വയം കണ്ടെത്തിയതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ ഇവയെല്ലാം തന്നെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം അവയെല്ലാം നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, എത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവയെ മറികടക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം അവ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം തന്നെ ഗുഡ് ഹാബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.